വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ അർഫ, ഞാൻ ഹബി. ഇന്ന് ഞങ്ങളുടെ പഴം നിറച്ചതിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞങ്ങളുടെ ഇടുന്ന പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും. ഇത് തയ്യാറാക്കാനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് 3 നേന്ത്രപ്പഴം, അരമുറി തേങ്ങ ചിരകിയത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യ്, പഞ്ചസാര, മൈദ, ഉപ്പ്, സോഡാപ്പൊടി. ഇനി പഴത്തിലേക്ക് ആവശ്യമായ ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് അണ്ടി, മുന്തിരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു ബ്രൗൺ കളർ ആയണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പഴം മുക്കി പൊരിക്കാനുള്ള മാവ് തയ്യാറാക്കാം. ഇതിലേക്കൊരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഴം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് നേന്ത്രപ്പഴം എടുത്ത് ഒന്ന് നടുവേ കീറി അടർത്തി കൊടുക്കുക. ഇനി നമുക്ക് ഫില്ലിങ് ഇതിലേക്ക് നിറച്ച് കൊടുക്കാം. നിറയെ ഇട്ടിട്ട് കൈയോടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിൽ ഫില്ലിങ് അധികം വേണം നമുക്ക്, എന്നാലേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഫില്ലിങ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ള പഴം നിറച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാ പഴവും ഇവിടെ നിറച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സമയം കൊണ്ട് ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്ററിലേക്ക് മുക്കിയിട്ട് പഴം ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ പഴം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കണം. അസ്സലാമു അലൈക്കും.